ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ച് കൊച്ചു കൂടെ എണീച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ അവധിയുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നി വീണ്ടും കിടന്നു കേട്ടോ. പിന്നെ എണീച്ച് കഴിഞ്ഞ് പുള്ളിക്ക് ഉറക്കത്തിൻ്റെ ആ ഒരു മൈൻഡൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കൈ കൊടുത്താൽ മതി കേട്ടോ. കഴിക്കുമൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിക്കുമൊന്നുമില്ല, പകുതിയും കളയലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് തന്നെ കൊടുക്കാറുള്ളൂ. പിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അവൻ എടുത്തുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ഇരിക്കാൻ നോക്കിയിരുന്നത്. ഇപ്പോൾ അടയാകുമ്പോൾ കറീൻ്റെ ആവശ്യമില്ലല്ലോ. അരിപ്പൊടി ഞാൻ നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങയും ശർക്കരയും കൂടെ കുഴച്ച് അതിൻ്റെ അകത്തേക്ക് ഫില്ലിങ്സ് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആവി കയറ്റി മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പപ്പണി നോക്കിയിട്ടാണ് ഇന്ന് അട ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ ഇത് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു കേട്ടോ. തേങ്ങ ചിരണ്ടൽ കഴിഞ്ഞാൽ പിന്നെ ഇത് ശർക്കര ചീമ്പി എടുക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊച്ചു ഉമ്മച്ചിൻ്റെ കൂടെ പോയിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവനും മൈൻഡൊക്കെ മാറി അവനും ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഇരുന്ന് കളിക്കുവാണെങ്കിലും വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മളെ പണികളൊക്കെ നമുക്ക് എടുത്തുകൊണ്ടിരിക്കാമല്ലോ. പിന്നെ ഇതേ ശർക്കര ചീമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനം കുറച്ചിട്ട് തന്നെ ശർക്കര ചീമ്പി എടുക്കുകയാണെങ്കിൽ കട്ടയില്ലാണ്ട് കിട്ടും കേട്ടോ. കട്ടയായി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്തും ആ കട്ട അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അത് അലിഞ്ഞു പോകുമൊന്നുമില്ല. പിന്നെ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ടാണ് കേട്ടോ കൊച്ചി ഇരുന്നില്ലെങ്കിലും അവനിരിക്കണ അത്രയും നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കൊണ്ട് ഞാൻ ഉണ്ടാക്കാതെ ഇരിക്കണത്. സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അവനും വെച്ചുകൊണ്ട് ചെയ്യും കേട്ടോ. അടുപ്പും തറയിലാണെങ്കിലും അവനിരുത്തിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് സമയത്തിന് ആക്കിയെടുക്കും കേട്ടോ. പിന്നെ സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ അത്രയൊക്കെ മതിയല്ലോ എന്ന് ഓർത്ത് പിന്നെ കൊച്ചുങ്ങളങ്ങനെ കരയിപ്പിക്കേണ്ടെന്ന് ഓർത്തുകൊണ്ട് ഇതാക്കും. പിന്നെ ഇത് ശർക്കര ചേമ്പി എടുത്ത് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ജീരകം പൊടിച്ച് വെച്ചേക്കണത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജീരകപ്പൊടി ഇട്ടില്ല. ചെറിയ ജീരകം മുഴുവനായിട്ട് തന്നെ അങ്ങ് ഇട്ടിട്ടോ കുറച്ച്. നമ്മൾ ഇതുപോലുള്ള പലഹാരം എന്തും ഉണ്ടാക്കിയാണെങ്കിലും കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ എടുത്ത് കാണിക്കും. നമുക്ക് കഴിക്കുമ്പോഴാണെങ്കിലും അതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ അത് ഞാൻ അട ഉണ്ടാക്കി എടുക്കാനായിട്ട് അതിൻ്റെ ഈ സാധനം ഞാൻ മീഷോയ്ക്കകത്ത് നിന്ന് കുറേ മുമ്പ് ഒത്തിരി നേരത്തെ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. മക്കളെ പറ്റിക്കാനൊക്കെ പല മോഡലിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലുത് ഞാൻ എടുത്തുകൊണ്ട് അതിലാണ് ഞാൻ മിക്ക ദിവസം അട ഉണ്ടാക്കാറ്. പിന്നെ മസാലയൊക്കെ നമ്മൾ സവാളയും കിഴങ്ങ് അങ്ങനത്തേക്ക് മസാലയൊക്കെ ഫില്ല് ചെയ്ത് കണ്ട് ഉണ്ടാക്കാൻ അങ്ങനത്തെ സമൂസേൻ്റെ മോഡൽ അതൊക്കെ ഉണ്ട് കേട്ടോ. കോഴിക്കോട്ടയുടെ മോഡൽ അങ്ങനത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അട ഉണ്ടാക്കുമ്പോൾ ഇതാണ് എടുക്കാറ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിങ്ങാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരിട്ട് തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കണോണ്ട് അപ്പോൾ അത് പരത്തണ അതിൻ്റെ പാത്രത്തിലേക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം പരത്തി വെക്കണൊക്കെ അപ്പോൾ അതിനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഗോതമ്പ് പൊടിയാണെങ്കിൽ പ്രത്യേകിച്ചും. അരിപ്പൊടി ആയതുകൊണ്ട് അത്രയ്ക്ക് തന്നെ ഒട്ടിപ്പിടിക്കില്ല. എങ്കിലും നമുക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ആക്കി കൊടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ കൊണ്ട് ചെയ്യണത് കേട്ടോ. മറ്റേ കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളൊന്ന് അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് വീഡിയോ പിടിക്കാറ്. അങ്ങനെ ആദ്യത്തെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഫോൺ അവിടെ വെച്ചു കേട്ടോ. ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ല കുപ്പിയുടെ മറവിലോ അങ്ങനെ എന്തെങ്കിലും ഒരു തടിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇതിൻ്റെയൊക്കെ പുറത്തായിട്ടാണ് ഞാൻ ഫോണ് സെറ്റ് ചെയ്ത് വെക്കാറ്. അങ്ങനെ ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഇത് വേവിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം പിന്നെ അധികം ഉണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാണെങ്കിൽ ഒരു പരിധി ഉണ്ടല്ലോ വേവിക്കാനൊക്കെ വെക്കാനായിട്ട്. ഭയങ്കര ടൈറ്റായിട്ട് കുത്തി കൊള്ളിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും വേവില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെ പെട്ടെന്ന് വേവില്ല. അപ്പോൾ അത് ഇതിൻ്റെ നേർ പകുതി എടുത്തെങ്ങാണ്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ആവിക്ക് വേവിക്കാൻ വെക്കും. എന്നിട്ട് പിന്നെ ബാക്കി ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ആദ്യത്തെ ട്രിപ്പ് വെക്കാനുള്ളത് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ ഞാനിതേ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ നേർ പകുതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ ഇറക്കി വെക്കാൻ പാകത്തിനുള്ളത് ആ ഒരു പാത്രം നിറച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഇനി ഇത് നമ്മൾ ആവിക്ക് വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ബാക്കിയും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. സാധാരണ ഞാൻ അടുപ്പത്ത് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുറച്ച് വെച്ചാലും നമ്മൾ അടുപ്പിൽ തീയാകുമ്പോൾ ഒരേപോലെ കത്തണമെന്നില്ല. ചില സമയത്ത് കൂടി കത്തും, ചില സമയത്ത് കുറഞ്ഞ് കത്തും. അത് തന്നെ ആയി പോകണതാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധ കുറയുമ്പോൾ ചിലപ്പോൾ തീ കുറഞ്ഞു പോകും. ഇപ്പോൾ സ്റ്റൗവിലാകുമ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ കുറച്ച് താമസിച്ചാണ് ഇത് വന്നതെങ്കിൽ പെട്ടെന്ന് കത്തിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പിൽ വെക്കണേക്കാളും കുറച്ചും കൂടെ വെള്ളം അധികം ഒഴിച്ചിട്ടാണ് കേട്ടോ ആവിക്കൊക്കെ വേവിക്കൽ. ഇത് മാത്രമായിട്ടല്ല, എന്ത് വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. കാരണം മറവിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ എങ്ങാനും മറന്നു പോയി കഴിഞ്ഞാൽ പാത്രം കൂടെ കത്തിപ്പിടിക്കേണ്ടെന്ന് ഓർത്തുകൊണ്ട് വെക്കണേ കേട്ടോ. അങ്ങനെ ഇതേ ആദ്യത്തെ ട്രിപ്പ് വെന്തു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വേവാറായപ്പോൾ തന്നെ ഞാൻ കട്ടൻ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ സ്റ്റൗവിൽ.
അങ്ങനെ തീ കെടുത്തിയിട്ടാണ് കേട്ടോ ആദ്യത്തെ ട്രിപ്പ് എടുത്തത്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചൂടോടുകൂടി അങ്ങ് എടുത്തെടുക്കണമെങ്കിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് അത് പറഞ്ഞു കിട്ടൂല. പിന്നെ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ അതാകെ പൊട്ടി നാശമായി പോകും കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യത്തെ 2 അങ്ങനെ പറ്റി. ഞാൻ ആ ചൂടോടെ എടുത്ത് പയ്യെ സ്പൂൺ കൊണ്ട് ഫോർക്കൊക്കെ വെച്ചെങ്ങാണ്ടാണ് കുത്തിയെടുത്തത്. പക്ഷേ എങ്കിലും അത് പൊട്ടിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ തീ കെടുത്തി ഇട്ടെങ്ങാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് കൈ കൊണ്ട് എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ അത് ആദ്യത്തെ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോഴത്തേനും ചായ റെഡിയാകും. അതിൻ്റെ ഇടയിൽ ഇതേ അടുപ്പ് കത്തിച്ചെങ്ങാണ്ട് കുടിക്കാൻ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് കുടിക്കാൻ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആ ഒരു കലം മാറ്റിയിട്ട് കഞ്ഞിക്കും കൂടെ വെള്ളം വെക്കണം കേട്ടോ. അപ്പോൾ ഒരു കലം കുടിക്കാൻ വെള്ളം രാവിലെ കോരി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ ഒരു കലം കുടിക്കാൻ വെള്ളം ഉണ്ടാവും കേട്ടോ. തിളപ്പിച്ച് വെച്ചേക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ചൂടാറില്ലല്ലോ. അപ്പോൾ ഈ നേരത്തെ തിളപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ചൂട് പാകമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മക്കളാണെങ്കിലും വെള്ളം ഒന്ന് പറയുന്ന സമയത്ത് ചൂടാറ്റട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യം വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇത് അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ ട്രിപ്പ് വേവിക്കാൻ വെച്ച് അതും വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പാത്രത്തിലേക്ക് എടുത്തിട്ടില്ല കേട്ടോ. കാരണം ആദ്യത്തെ ട്രിപ്പ് പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇനി മൊത്തമായിട്ടും ചൂടാറിക്കണ്ടെന്ന് വിചാരിച്ചാണ് അത് എടുക്കാണ്ടിരുന്നത്. ആ ഒരു ട്രിപ്പ് മാത്രമേ എടുത്തോളൂ. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോൾ എടുക്കാമല്ലോ. പിന്നെ അത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുടിക്കാൻ വെള്ളം കോരി അരിയും കൂടെ അടുപ്പത്തേക്ക് ഇട്ടായിരുന്നു. വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ അരിയും കൂടെ ഇട്ടു കേട്ടോ. അങ്ങനെ പഴവും അടയൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ച് പിന്നെ അരിയാൻ അടുപ്പത്തേക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി മുറ്റടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുറ്റടിക്കലും തുണി അലക്കലും അലക്കി വിരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് കാപ്പിക്കുരും കുരുമുളകൊക്കെ വെയിലത്തേക്ക് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെരക്കകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഞ്ഞി വാർത്തു കേട്ടോ. കഞ്ഞി വാർക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ കറിക്ക് എന്താണെന്ന് ചോദിച്ച് ഇങ്ങനെ അന്വേഷിച്ച് കിടക്കണം. ഇന്നങ്ങനെ പ്രത്യേകിച്ച് കറിക്ക് കിട്ടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിങ്ങാണ്ട് പുറത്തുള്ള പണികളൊക്കെ കഴിച്ചേ. പിന്നെ കഞ്ഞിയൊക്കെ വാർത്ത് കുറേ നേരം കഴിഞ്ഞേ പിന്നെയാണ് കേട്ടോ കൂട്ടാൻ വെക്കാനൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് പയർ തോരനുള്ളൂ. പിന്നെ ഇതേ റൂബിക്ക് നേരത്തെ ഉപ്പിലിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുപ്പി കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ കുറച്ച് റൂബിക്കയും കൂടെ ഉണ്ട് കേട്ടോ. വേറെ പറിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ കുറച്ച് അച്ചാറും ഇടാം, കുറച്ച് ഉപ്പിലും ഇടാമെന്ന് ഓർത്താണ്. ഈ ഒരു കുപ്പി മാത്രം ഉപ്പിലിട്ടിട്ട് ബാക്കി ഇരിക്കുന്നത് അച്ചാർ ഇടാമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതേ അച്ചാറും തൈരും പപ്പടവും പയർ തോരനൊക്കെയാണ് കേട്ടോ. പിന്നെ ചാറുകറിയൊന്നുമില്ല. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ശരിയാവില്ലല്ലോ. ഉള്ളപ്പോൾ ഉള്ള പോലെ, ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ പയറൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാനായിട്ട്. പിന്നെ ഇതിന് വേണ്ട സവാളയും തേങ്ങയും പച്ചമുളക് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകി എടുത്തപ്പോൾ തന്നെ പയർ തോരൻ വെക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. കഞ്ഞി വാർത്ത് കുറേ നേരം ആയതുകൊണ്ട് തന്നെ അടുപ്പിൽ തീയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സ്റ്റൗവിലേക്ക് വെച്ചു. പിന്നെ ഒരു തോരൻ ഉണ്ടാക്കാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അതിനായിട്ട് ഇപ്പോൾ അടുപ്പ് കത്തിക്കേണ്ടെന്ന് ഓർത്ത് പിന്നെ സ്റ്റൗവിലേക്ക് വെച്ചത്. ഞാനിപ്പോൾ ചോറ് വെക്കുന്ന സമയത്താണെങ്കിലും അരി അടുപ്പത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തന്നെ കറിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം നന്നാക്കി എടുക്കും കേട്ടോ. അപ്പോൾ കഞ്ഞി വാർത്ത് കഴിഞ്ഞ് അപ്പം തന്നെ അടുപ്പത്തേക്ക് നമുക്ക് കറി ഉണ്ടാക്കാനും വെക്കാം. പിന്നെ നേരത്തെ നമ്മൾ പണികളും കഴിയും. അതിൻ്റെ ഇടയിൽ കറി വേവാൻ വെക്കുന്ന സമയം കൊണ്ട് പുറത്ത് അത് അടിച്ചു വാരാനാണെങ്കിലും തുടയ്ക്കാനാണെങ്കിലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കൊച്ചിന് ഇപ്പോൾ പനിയായിരുന്നു. തക്കാളിപ്പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവന് കുറച്ച് കരച്ചിലും ഭയങ്കര പിടിവാശി ഇതൊക്കെ കൂടുതലായിരുന്നു. നിലത്തേക്ക് ഇറങ്ങൂലായിരുന്നു. കയ്യിൽ തന്നെ ഇരിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞി വാർത്ത് കഴിഞ്ഞ് അടുപ്പിൽ തീയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം അടുപ്പത്തേക്ക് സ്റ്റൗവിലേക്ക് വെച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ അടിച്ചു വാരലും തുടക്കലും അങ്ങനെയുള്ളതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഒരു തോരൻ വയ്ക്കാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു 12 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചത്. അങ്ങനെ പിന്നെ പയർ തോരൻ അടുപ്പത്തേക്ക് ആക്കി കേട്ടോ. അപ്പോൾ അതേ കടുക് പൊട്ടി കഴിഞ്ഞ് അതിലേക്ക് ഞാൻ സവാള അരിഞ്ഞു വെച്ചേക്കണത്, മുളക് അതേപോലെ തന്നെ തേങ്ങയും കൂടെ ചിരണ്ടി വെച്ചേക്കണേ ഒരു 3ഉം കൂടെ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം പയറും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അടുപ്പത്താണ് ഞാൻ വെക്കണമെങ്കിൽ എന്നും ഉപ്പ് പൊടിയാണ് കേട്ടോ ഇടാറ്. തോരൻ എന്ത് വെച്ചാലും ഉപ്പ് പൊടിയാണ് ഇടാറ്. സ്റ്റൗവിലേക്ക് ആകുമ്പോൾ ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. കല്ലുപ്പ് ഇട്ടെങ്ങാണ്ട് കുലുക്കി വെള്ളമാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. പിന്നെ സ്റ്റൗവിലാകുമ്പോൾ നമുക്ക് വെള്ളമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കത്തിപ്പിടിക്കും. ഒരേ തീയിൽ നിൽക്കുമ്പോൾ അടുപ്പിലാകുമ്പോൾ തീക്കനലിൽ മാത്രമാകുമ്പോൾ അത് അത്രയും തന്നെ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇതേ മറ്റേ അടുപ്പ് കത്തിച്ചെങ്ങാണ്ട് ഇപ്പോൾ അതേ പപ്പടവും കൂടെ അങ്ങ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പയർ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പപ്പടവും കൂടെ പൊരിക്കാനായിട്ട് വെച്ചു. ഞങ്ങളിവിടെ പപ്പടം പൊരിക്കുന്ന സമയത്ത് ഇത് ബ്രൗൺ ഷെയ്ഡ് വരണം കേട്ടോ പപ്പടത്തിന്. ആ വെള്ള കളർ നമ്മൾ പൊരിക്കുമ്പോൾ ഉള്ള വെള്ള കളർ തന്നെ ആവരുത്. കുറച്ചൊന്ന് ചുമന്ന കളറാവണം കേട്ടോ പപ്പടത്തിന്. അപ്പോൾ ഞാൻ ആദ്യം പൊരിച്ച 2 പപ്പടം ആ വെള്ള കളർ തന്നെ ആയിപ്പോയി കേട്ടോ. കാരണം എണ്ണ അത്രയ്ക്ക് ചൂടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ശരിക്കും ചൂടാക്കി ബാക്കിയുള്ള പപ്പടമൊക്കെ പൊരിച്ചു കേട്ടോ. പപ്പടം പൊരിക്കുന്നതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം ഞാൻ പയർ തോരനെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കത്തിപ്പോകുന്നോർത്ത്. സ്റ്റൗവിൽ എന്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ മാറിപ്പോകാൻ പറ്റില്ല. മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മറന്നും പോകും. പിന്നെ അവിടെ കിടന്ന് കത്തുള്ളൂ കേട്ടോ.
അതുകൊണ്ട് തന്നെ സമയമുള്ളപ്പോൾ മാത്രമേ സ്റ്റൗവിലേക്ക് വയ്ക്കുള്ളൂ. സമയമില്ലാത്തുമ്പോഴൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതൊക്കെ അടുപ്പത്ത് തന്നെ ചെയ്യാറ്. അങ്ങനെ 2, 3 തവണയായിട്ട് ഇളക്കി പൊത്തി കൊടുത്തു കേട്ടോ തോരനെ. പിന്നെ പപ്പടം ഞാൻ വറുത്തത് ദേ ചൂടാറാണ്ടിരിക്കാൻ വേണ്ടി കവറിലേക്ക് ആക്കി കൊടുത്തു. പ്ലേറ്റിൽ തന്നെ നമ്മൾ പൊരിച്ച് വയ്ക്കുന്ന സമയത്താണെങ്കിൽ കഴിക്കാറാകുമ്പോഴത്തേക്കും അത് ചൂടാറി തണുത്തിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും മൂടിയുള്ള പാത്രത്തിലേക്കൊക്കെ ആക്കി വെച്ചുകൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കവറിലേക്ക് വെച്ച് കൊടുത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പിൽ തീയുള്ളപ്പോൾ തന്നെ ഇവന് തക്കാളിപ്പനി ആയതുകൊണ്ട് പപ്പടം പൊരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പപ്പടം ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പപ്പടം ചോറും ആ പപ്പടവും ചോറും കൂടെ കൊടുത്തു. അപ്പോൾ അവനത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തൈരും കൂടി ഇതാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് കച്ചമ്പറം ഉണ്ടാക്കാനായിട്ട് ഞാൻ സവാളയും അരിഞ്ഞ് മുളകും കൂടെ അരിഞ്ഞു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ബാക്കി ഉള്ള തൈര് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും തൈരുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് മാത്രം കുറച്ചേ എടുത്തുള്ളൂ. ഇനിയിപ്പോൾ മോര് കറി വെക്കണമെങ്കിലും തൈര് ഇരിപ്പുണ്ട്. അതല്ല പച്ചമോരായിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചിപ്പോൾ ഉച്ചക്കത്തെ ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വൈകുന്നേരത്തിന് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതേ ഫ്ലാഷ് ലൈറ്റ് ഇട്ടെങ്ങാണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലൈറ്റ് ഓഫാക്കി അതിട്ടപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുന്ന സമയത്ത് ഇത് പാത്രത്തിലകത്ത് എന്നാ ഇരിക്കണതെന്ന് പോലും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇനി അച്ചാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കുപ്പിയിലേക്ക് ആക്കണം. അങ്ങനെ ഞങ്ങൾ ചോറിന്നലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇതേ റൂബിക്ക ഞാനെടുത്ത് കഴുകി എടുത്തു കേട്ടോ. കഴുകി അതിൻ്റെ നെട്ടമൊക്കെ കളഞ്ഞ് കുപ്പിയിലേക്ക് ആക്കി. ഒരു കുപ്പി ഉപ്പിലിട്ട് വെച്ചു. ബാക്കി ഇരിക്കുന്ന റൂബിക്ക അത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് അച്ചാറിട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്കൊന്നും ഉപ്പും എരിവും ഒന്നും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ മുറിച്ചെടുത്തത്. അപ്പോൾ ഞങ്ങൾ ചോറിന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ഞാനും കൂടി അത് മുറിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട വെളുത്തുള്ളിയൊക്കെ ഒരുക്കിയെടുത്തു. പച്ചമുളക് കീറിയെടുത്തു കേട്ടോ. അപ്പോൾ അത് അച്ചാറിടാനായിട്ട് നേരത്തെ തന്നെ അച്ചാറിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് കുപ്പിയിലേക്ക് ഭരണിയിലേക്ക് ആക്കി വെക്കാമല്ലോ. പിന്നെ അത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് എടുത്തത്. ഇനിയും നല്ലെണ്ണ കൊണ്ടുവരുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മറന്നു പോയാലോ എന്ന് ഓർത്ത് ഉള്ള വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം കൊണ്ടുവന്ന സമയത്ത് കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് 2 വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് എണ്ണ ചൂടാക്കി എടുത്തങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുപ്പിയിലേക്ക്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്താണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കണത്. അങ്ങനെ ഉലുവയും കടുകും കൂടെ ഇട്ടു. അങ്ങനെ ആ ഉലുവയും കടുകും കൂടെ ഒന്ന് പൊട്ടണ സമയം വരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില അത് 3ഉം കൂടി ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഷെയ്ഡൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുത്തു. അച്ചാർപ്പൊടി, മുളക് പൊടി കുറച്ചായിട്ടുള്ളൂ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ അച്ചാർ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. മുളക് പൊടി കുറച്ചായിട്ടുള്ളൂ. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടു. ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉലുവ പൊടിച്ചിടുകയാണെങ്കിൽ നമുക്ക് കായപ്പൊടിയുടെ ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതും കൂടെ എല്ലാത്തിൻ്റെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് റൂബിക്ക ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. കയ്യിൽ ക്യാമറ ഇരിക്കുന്ന കാരണം തന്നെ നമ്മളിരുന്ന സമയത്ത് പുറത്തേക്ക് ആയതുകൊണ്ട് അപ്പോൾ എന്നെ ക്യാമറ മാറ്റി വെച്ചിട്ട് ബാക്കിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് ഒന്ന് പയ്യെ തിളയ്ക്കുന്ന അത്ര നേരം. ശരിക്കും വേവേണ്ട ആവശ്യമില്ല. കാരണം ഇത് 2 ദിവസം കഴിഞ്ഞാലേ നമ്മൾ അച്ചാർ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോഴത്തേനും അതിൻ്റെ അകത്ത് കിടന്നെങ്ങാണ്ട് തന്നെ ശരിക്കും വേവും കേട്ടോ. ഇനിയിപ്പോൾ മിക്സ് ചെയ്യണ കാര്യത്തിൽ പിശുക്കൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുത്തു കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതൊന്ന് വെള്ളം തിളച്ച് വരുന്ന അത്ര നേരം കേട്ടോ. അപ്പോൾ അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ റൂബിക്ക് അച്ചാർ ഇടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അച്ചാർ ഞാൻ ഇടാറുണ്ട്. പക്ഷേ റൂബിക്കൊക്കെ ആദ്യമായിട്ട് അച്ചാർ ഇടുന്നതാണ് കേട്ടോ. അച്ചാർ ഇടുന്നത് ആദ്യമായിട്ടാണെന്ന് മാത്രമല്ല ഞാൻ ഈ റൂബിക്ക് അച്ചാർ ഇതുവരെ കഴിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇട്ട അച്ചാറാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അച്ചാറൊക്കെ നല്ല അച്ചാറായിരുന്നു. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ എണ്ണ കൊണ്ടുവന്ന സമയത്ത് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞേ പിന്നെയാണ് കേട്ടോ. ചൂടാറി കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്താണ് ഇത് കുപ്പിയിലേക്ക് ഇട്ട് വെച്ചത്. ശരിക്കും ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഭരണിയിലേക്ക് ആക്കി കൊടുത്തത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് അച്ചാർ എടുക്കണ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ഈ ഒരു കുപ്പിക്കകത്തേക്ക് അച്ചാർ ഇട്ട് വെച്ചത്. പിന്നെ കഴിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നി റൂബിക്ക് അച്ചാർ ഇടുന്ന സമയത്ത് നമുക്ക് ആ കുരു അങ്ങ് കളഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന്. കാരണം ആ കുരു അടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വേണ്ടാത്ത പോലെ തോന്നിപ്പോകും കേട്ടോ. അച്ചാറിനോട് തന്നെ മട്ടിപ്പോകും കുരു അടിക്കുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് കുരു ഇങ്ങനെ നെക്കിപ്പിച്ച് കളയലായിരുന്നു കേട്ടോ മൊത്തം. അപ്പോൾ നമ്മൾ അച്ചാറിടുമ്പോൾ എനിക്ക് തോന്നി 2ആയിട്ട് മുറിച്ച് കൊടുത്ത ആ ഒരു സമയത്ത് തന്നെ 2 സൈഡും ഒന്ന് കുത്തി കളയുമായിരുന്നെങ്കിൽ ആ കുരു പോയേനേന്ന്. പിന്നെ ആദ്യമായിട്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇനി ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ റൂബിക്കൊക്കെ അച്ചാറിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ കുരു ഒന്ന് കളഞ്ഞിട്ടിടണേ, ചിലപ്പോൾ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇത് അച്ചാറിടലും ഭരണിയിലാക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായിട്ട് മത്തങ്ങ വിളയിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ആ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് തന്നെ ഞാൻ അച്ചാറിട്ട ആ ഒരു സമയത്ത് തന്നെ മത്തങ്ങയൊക്കെ ചെത്തി തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ അത് കഴുകി എടുത്ത് കണ്ട് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൊടി വാട്ടാനായിട്ട് വെള്ളമൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ വാട്ടിയെടുത്തത് അരിപ്പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചുങ്ങളെയൊക്കെ കിടത്തി ഉറക്കിയിട്ടോ ഉച്ചയ്ക്ക് തന്നെ ഊണ് കഴിച്ച് കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ അവരെയൊക്കെ പിടിച്ചാണ് കിടത്തി ഉറക്കി. അപ്പോൾ ഇനി അവർ ഉറങ്ങി എണീക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കരച്ചിലും ഉണ്ടാകില്ല, നമുക്കും തന്നെ സ്വസ്ഥമായിട്ടിരുന്ന എല്ലാ പണികളൊക്കെ കഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ അവന്മാർ രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത് റെഡിയാക്കണം എന്നാണ് കേട്ടോ എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ചടപടാന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ തന്നെ തുടങ്ങിയതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് ചെയ്യാമെന്നും കൂടി വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതൊരു റെസിപ്പി ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അത് വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം മത്തനും അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ മത്തങ്ങ നമ്മൾ ചിലപ്പോൾ കറി വെച്ചാലൊന്നും കഴിക്കില്ല. എനിക്ക് മത്തങ്ങ കറി വെച്ചാൽ ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ ഒരു മധുരിപ്പ് എനിക്കത്ര ഇഷ്ടമല്ല ചോറിലൊഴിച്ച് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ മത്തങ്ങ കറി കഴിക്കാറേ ഇല്ല കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ ചെയ്യുവാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് മത്തങ്ങ. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഏത് റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഈ റെസിപ്പി മാത്രമേ എനിക്ക് മത്തങ്ങയുടെ താല്പര്യമുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ബോളൊക്കെ പിടിച്ചിട്ടോ, ഒരു പാത്രം ബോൾ പിടിക്കാനുണ്ടായിരുന്നപ്പോൾ 1 മണിക്കൂറിൻ്റെ അധികം സമയം എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ അടുപ്പത്തേക്കാക്കി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടോ. വേവിക്കണ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഷുഗർ ആയതുകൊണ്ട് തന്നെ ഞാൻ മധുരം കുറച്ചാണ് ഉണ്ടാക്കിയത്. ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചെങ്കിലും ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ. പകുതി എടുത്ത് ഒഴിച്ച് 1 കപ്പ് വെള്ളം കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അത്രയും നല്ലതാണ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ പറയണത്. ഇപ്പോൾ ഇതുവരെ ഇത് കഴിച്ച് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് മത്തങ്ങയൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മത്തങ്ങ മേടിക്കുന്ന സമയത്ത് തന്നെ വിളയിക്കാനാകുമ്പോൾ കുറച്ച് മൂത്ത മത്തങ്ങ നോക്കി മേടിക്കുക. കറി വയ്ക്കാനാകുമ്പോൾ നമ്മളെപ്പോഴും മൂപ്പ് കുറവുള്ള മത്തങ്ങയല്ലേ മേടിക്കുന്നത്. വിളയിക്കാനാകുമ്പോൾ കുറച്ച് മൂപ്പുള്ള മത്തങ്ങ മേടിക്കണം. അപ്പോഴേ നല്ല പൊടി ഉണ്ടാകുള്ളൂ. അതിനാണ് മൂപ്പുള്ള മത്തങ്ങ എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ വൈകുന്നേരത്തേക്ക് ഇന്ന് വേറെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ മത്തങ്ങ വിളയിച്ചു കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക. ഏറ്റവും ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. എത്ര മത്തങ്ങ ഇഷ്ടമല്ലാത്തവരും കഴിക്കാത്തവരും ആണെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ മത്തങ്ങ കഴിച്ചിരിക്കും. അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഭവത്തിന് പല നാട്ടിലും പല പേരുകളായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിന് പറയണത് മത്തങ്ങ വിളയിച്ചതെന്നാണ്. മത്തങ്ങ പായസം പറയുന്ന നാടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ സ്വന്തം നാട്ടിൽ ഇതിന് പറയുന്നത് ശർക്കര മത്തൻ എന്നാണ് കേട്ടോ. നിങ്ങളെയൊക്കെ നാട്ടിൽ ഇവൻ എന്താ വിളിക്കണേന്നുള്ള പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആദ്യം ഞാൻ കുറച്ച് പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. ഷുഗർ ആയതുകൊണ്ട് തന്നെ ഉമ്മച്ചിക്ക് മധുരം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് മധുരം ഇട്ടെങ്ങാണ്ട്, ഒട്ടും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് മധുരം ഇട്ടെങ്ങാണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് പാത്രത്തിലേക്ക് കോരി മാറ്റി. അപ്പോൾ ഉമ്മച്ചിയുടെ ആവശ്യത്തിനുള്ള കോരി മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി ശർക്കര പാനിയും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ മത്തങ്ങ വിളയിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് നിന്നേക്ക് ഇറക്കി വെച്ചു. ഇനി അതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്ത് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്താണ് വറക്കണത്. അപ്പോൾ നെയ്യ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നെയ്യില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ അതൊന്ന് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് കടി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെയാണ് മക്കളൊക്കെ എണീച്ചത്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഇന്ന് മൊത്തം തട്ടിക്കൂട്ടായതുകൊണ്ട് തന്നെ വൈകുന്നേരത്തിന് കറി ഉണ്ടാക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വേണം. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ചായയില്ല. അപ്പോൾ അത് പകരമായിട്ട് ഇന്ന് മത്തങ്ങ വിളയിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച് കുറച്ച് ചൂടാറിയതിന് ശേഷം മക്കളെയൊക്കെ വിളിച്ചെണുപ്പിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് മത്തങ്ങ വിളയിച്ച് കഴിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി രാവിലെ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണി മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മടക്കി വെച്ച് രാത്രിയായി കേട്ടോ. അപ്പോൾ രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഈ ചിക്കൻ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ ചിക്കൻ കൊണ്ടുവന്നത് കഴുകാനായിട്ട് ഞാൻ ഇട്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത നെയ്യ്, പാട അങ്ങനെയുള്ള വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് കളയാനായിട്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ കരളൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഈ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചു. ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു 5-6 പീസ് വലുതായിട്ടാട്ടോ കൊണ്ടുവന്നത്. അതിനെ ഒന്ന് ഫോയിൽ പേപ്പർ ചുറ്റിങ്ങാണ്ട് അടുപ്പിൽ തീക്കനലിൽ ഇട്ടെങ്ങാണ്ട് ഒന്ന് വേവിച്ച് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അതിലൊരു 4 കഷ്ണം ഞാൻ മാറ്റി വെച്ച് ബാക്കി ഞാൻ ചെറുതാക്കി നുറുക്കി ഇതിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ തിരുമ്മി വെച്ച് പൊരിക്കാനുള്ളതിൽ.
വേറെ ഇപ്പോൾ പൊരിച്ചിട്ട് കടായി പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നോർമലായിട്ട് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തുള്ളൂ. അതങ്ങനെ തിരുമ്മി വെച്ചു. പിന്നെ ഒരുപാട് നേരമൊന്നും വെക്കണ്ട, എങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം, അല്ലെങ്കിൽ നമുക്ക് മസാല അതിൻ്റെ അകത്തേക്ക് പിടിച്ചില്ല കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട സവാളകളൊക്കെ അരിഞ്ഞെടുത്തു. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തു കേട്ടോ. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ച ഒരു 4 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും കൂടെ ഒന്ന് മസാലയൊക്കെ കൂട്ടി വെക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്യണത്. പിന്നെ അത് മസാല കൂട്ടി വെച്ചതിന് ശേഷം ചിക്കൻ പൊരിച്ചു തുടങ്ങാനായിട്ട് തന്നെ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. തീയൊക്കെ കത്തിച്ച് അതിലേക്ക് പാം ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ പാം ഓയിലാണ് ചിക്കൻ വറുത്തെടുക്കുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തെങ്ങാണ്ട് ഒരു 3-4 ട്രിപ്പായിട്ടൊന്ന് വറുത്തെടുക്കാനാണ്. പൊരിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞെടുക്കണ്ട കേട്ടോ. ഭയങ്കരമായിട്ടും ഹാർഡായി പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കിനി സവാളയൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് കിടന്ന് കുറച്ച് നേരം കൂടെ വേവാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും വെന്ത് പോകും കേട്ടോ. അപ്പോൾ നല്ല മുറുക്കം വേണ്ട, ഒന്ന് വറുത്ത് നമ്മൾ കടായിയെ പോലെ വെക്കുന്ന സമയത്ത് ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആവണ്ട കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കോരി മാറ്റണം. അപ്പോൾ അത് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളൊക്കെ ആയി ചിക്കനൊക്കെ മേടിച്ച് കറി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചിക്കൻ പൊരിച്ച് കറി വെച്ചുകൊണ്ട് കഴിക്കാൻ കൊതിയാകുകയെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ മേടിച്ചതാണ് ഞങ്ങൾ. അപ്പോൾ എപ്പോഴൊന്നും മേടിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ചിക്കനൊക്കെ മേടിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ ആദ്യത്തെ ട്രിപ്പ് ചിക്കനൊന്ന് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനെല്ലാം പൊരിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാല തേക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ മസാല തേച്ച് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടോ. ഇത് വറുത്ത് തുടങ്ങണതിൻ്റെ മുമ്പ് തന്നെ മസാല തേച്ച് വെച്ചേക്കണെയാണ്. വറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടൊക്കെ മറ്റേതവിടെ റെസ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ഇത് അടുപ്പത്തേക്ക് ഇട്ടിട്ട് മറ്റേതിനതാ ഞാൻ ഇത് മസാല തേച്ച് വെച്ചേക്കണം ചിക്കൻ ഇതാണ് കേട്ടോ. ഒരുപാട് ഇതൊന്നും ഇട്ടിട്ടൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി, അങ്ങനെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കണം. മെയിനായിട്ട് കുരുമുളകും ഇതൊക്കെയാണ് കേട്ടോ എരിവിന് വേണ്ടി ചേർത്തേക്കണത്. പച്ചമുളകും കുരുമുളകൊക്കെയാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി വാഴയിലൊക്കെ പുറത്ത് പോയി വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് പയ്യെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് വാഴയിലേക്കകത്ത് അങ്ങനെ പൊതിഞ്ഞെടുക്കുമ്പോൾ അത് പൊട്ടി കീറിയ വാഴയിലേക്ക് ആകെ നാശമായി എടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒന്ന് പയ്യെ ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാതെ കിട്ടും. അപ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുത്ത് അതിന് ശേഷം അതൊന്ന് കഴുകി തുടച്ചെടുക്കണം വാഴയില. അപ്പോൾ അത് ചിക്കൻ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് തീ കത്തിച്ച് കുറച്ച് ഇരട്ടക്കനലൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ 2 പീസാക്കിയിട്ടാട്ടോ വാഴയില മുറിച്ചെടുത്തേക്കുന്നത്. ഒരൊറ്റ വാഴയില വെട്ടിയെടുത്ത് അതിനെ 2ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ ട്രിപ്പിൽ നമുക്ക് ചിലപ്പോൾ വേവിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഫോയിൽ പേപ്പർ ചുറ്റി എടുക്കുമ്പോൾ വലിയൊരു ഇതായിട്ടിരിക്കൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ 2 പീസ് ഒരെണ്ണത്തിലും 2 പീസ് മറ്റേതിൻ്റെ അകത്തും വേവിക്കാനായിട്ടാണ് ഞാൻ 2 വാഴയില എടുത്തത് കേട്ടോ. അപ്പോൾ 4 കഷ്ണം ഇതിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വാഴയിലക്കകത്തേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇതൊന്ന് പൊതിഞ്ഞ് ഫോയിൽ പേപ്പറും കൂടെ ചുറ്റിയെടുക്കണം. അങ്ങനെ ഫോയിൽ പേപ്പർ ചുറ്റി എടുത്തുട്ടോ ചിക്കനൊക്കെ. അപ്പോൾ 2 പാർട്ടാക്കിയിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. പകുതി 3 കഷ്ണം ഒരെണ്ണത്തിലും മറ്റേ 2 കഷ്ണം വേറെ ഒരു ഇതിലും കേട്ടോ വാഴയിലക്കകത്ത് ആദ്യം പൊതിഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് ഫോയിൽ പേപ്പർ വെച്ച് ചുറ്റിയെടുത്തിട്ടോ. അപ്പോൾ അടുപ്പിൽ വെച്ചിങ്ങാണ്ട് നമ്മൾ ചുറ്റിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫോയിൽ പേപ്പർ കത്തിയാലും നമ്മൾ വാഴയിൽ എന്തായാലും കത്തിപ്പോവില്ല കേട്ടോ. ചിരട്ടക്കനലാകുമ്പോൾ നല്ല തീയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഉള്ളിൽ വാഴയില പൊതിഞ്ഞെടുത്തത്. അപ്പോൾ 2 നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോയിൽ പേപ്പർ ഒരുപാട് നാളായിട്ടോ മേടിച്ചിട്ട് കുറേ ആയിട്ട് ഇരിക്കുന്നതാണ്.
200 രൂപയ്ക്ക് മാസങ്ങൾക്ക് മുമ്പ് മേടിച്ചേക്കണതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമുക്ക് മേടിക്കാൻ പോകണ്ടല്ലോ, അത് വിചാരിച്ചാണ് കേട്ടോ ഒന്നായിട്ട് അങ്ങനെ മേടിച്ചത്. അപ്പോൾ ചിക്കൻ ഇത് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്തെ തടുപ്പിൽ തീ കത്തിച്ചെങ്ങാണ്ട് ചിരട്ട ഒന്ന് കനലാക്കി എടുക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ചധികം ചിരട്ട വെച്ചിട്ടുണ്ട്. ചിരട്ട അടുപ്പത്തേക്ക് കത്തിക്കാൻ വെച്ച് അതൊന്ന് കനലാവണം അത്രയും നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ 2 തക്കാളി അരിഞ്ഞെടുത്തു. തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ, അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തു. പിന്നെ ഒരുപാട് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ ചിരട്ട കത്തി തീർന്നിട്ടില്ല, കുറേ ചിരട്ട വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പുറം ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ചിക്കൻ വറുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് വറുത്ത് കോരി മാറ്റി എന്നിട്ട് ഞാൻ ആ എണ്ണ ഒരു ഗ്ലാസ്സിലേക്ക് ഊറ്റിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ആ ചട്ടി തന്നെ കഴുകിയെടുത്ത് വീണ്ടും അത് തന്നെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കറി ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചാണ്. ആ ചട്ടി ഏതായാലും കരി പിടിച്ചേക്കണില്ല, അപ്പോൾ പിന്നെ വേറെ ഒരെണ്ണം വെച്ചെങ്ങാണ്ട് അതും കൂടെ കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇത് തന്നെ പിന്നെയും കഴുകിയെടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഈ ചിക്കൻ വറുത്തേക്കണ ആ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് സവാള ഒന്ന് വഴണ്ട് റെഡിയായി വരണം. അതിൻ്റെ ഇടയിൽ ചിരട്ടയൊക്കെ കത്തിങ്ങാണ്ട് കനലായിട്ടുണ്ടായിരുന്നു. അപ്പം നേരിട്ടുങ്ങാണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് തീയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് വെക്കാതെ കുറച്ച് നേരം ഈ ഗ്രില്ലിൻ്റെ പുറത്ത് അങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തീയൊക്കെ ഒന്ന് കെട്ട് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുള്ളൂ വേവാതെ. അപ്പോൾ പയ്യെ സമയം എടുത്തുകൊണ്ട് വേണം നമുക്ക് ഇതുപോലെയൊക്കെ ചിക്കൻ വേവിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഇത് ചിക്കൻ കറി വെക്കാനുള്ളതിൽ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ അതെ അതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലയിൽ ആവശ്യമുള്ള ഉപ്പ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മുളക് പൊടി ഞാൻ കളറിന് വേണ്ടി മാത്രമായിട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അതും കാശ്മീരി ചില്ലി പൗഡറായിട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ അതൊന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് തിളക്കണം, അത്ര നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ അത് ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കനും കൂടി ഒന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഒരുപാട് തീയൊന്നും കത്തിക്കാതെ ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ അതേ ഫോയിൽ പേപ്പറിൽ ഗ്രില്ലിൻ്റെ പുറത്ത് വെച്ചേക്കണം ചിക്കന്. അപ്പോൾ അതിൻ്റെ ചിരട്ട കനലൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കെട്ട് ഒതുങ്ങിയിട്ടുണ്ട്. നല്ല കനലായിരുന്നു നേരത്തെ വെക്കണ സമയത്ത്. ആ ഒരു സമയത്ത് തന്നെ 2 പ്രാവശ്യം ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത വശം തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ 2 വശം ഒരു 5 മിനിറ്റ് നേരം വേവിച്ചേക്കണയാണ്. ഇപ്പോൾ ഇത് തീ കനൽ മൊത്തം കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നീക്കിയിട്ട് ഈ ഫോയിൽ പേപ്പർ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കനൽ മൊത്തം കോരിയിട്ടു കേട്ടോ. ഇനി അതവിടെ കിടന്നങ്ങാണ്ട് വേവണം. അപ്പോൾ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 45 മിനിറ്റൊക്കെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ആ ഒരു സമയത്ത് തന്നെ ഇപ്പുറത്ത് ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ റെഡി ആയി തുടങ്ങി കേട്ടോ. വെള്ളമൊന്നുമില്ല. അപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. നല്ലൊരു ഇതായി കഴിഞ്ഞപ്പോൾ ഇത് ഇറക്കി വെച്ചു കേട്ടോ. വെള്ളമൊക്കെ പറ്റി ഇതേ കുഴമ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചു. അപ്പുറത്ത് ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുത്ത് വേണം വേവിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ രാത്രി ഒന്നും ഉമ്മച്ചി ചപ്പാത്തിയാണ് കഴിക്കാറ്. ഉമ്മച്ചിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മച്ചി ചപ്പാത്തിയാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ നേരത്തെ തന്നെ ചപ്പാത്തി കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ച ആ സമയത്ത് അടുപ്പിൽ നല്ല തീയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ചപ്പാത്തി കഴിക്കുന്ന ആൾ ഉമ്മച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ചില സമയത്തൊക്കെ മക്കൾ വേണമെന്ന് പറയും. അപ്പോൾ ഒരു 2-3 എണ്ണമൊക്കെ ഞാൻ അധികം ചുടും കേട്ടോ. എന്നൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. മിക്ക ദിവസവും ഉമ്മച്ചിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാറുള്ളൂ. ചിലപ്പോൾ കറികളൊക്കെ ഇതായിട്ടിരിക്കുമ്പോൾ ചപ്പാത്തിയൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ചിക്കൻ കറി, മീൻ കറി, അങ്ങനെ ബീഫ് കറി അങ്ങനത്തെയൊക്കെ ഉള്ളപ്പോൾ കഴിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ച് 2 ചപ്പാത്തി അധികം ഉണ്ടാക്കും കേട്ടോ. ഉമ്മച്ചിക്ക് രാത്രി ചപ്പാത്തി കഴിക്കണമെന്ന് ഇഷ്ടമല്ല. ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കുമല്ലാണ്ട് നിവർത്തില്ലല്ലോ, അതുകൊണ്ട് കഴിക്കുന്നതാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതാണ് രാത്രി ഇഷ്ടം. അങ്ങനെ ഇതേ ചപ്പാത്തിയൊക്കെ ചുട്ട് തീർന്നു. അവസാനത്തെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് ചിക്കൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അരമണിക്കൂറൊന്നും അല്ലാട്ട കഴിഞ്ഞേക്കണം. 45, 50, 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ആയി കേട്ടോ. അപ്പോൾ അത് ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്ത് നോക്കിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ചിക്കൻ എടുത്തു. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കണം. അകത്തുള്ള അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല ചൂടുണ്ട്. ചിരട്ടക്കനലായതുകൊണ്ടായിരിക്കും. നമ്മൾ വിറക് കത്തിക്കുമ്പോൾ ഇത്രയും ചൂടൊന്നും കിട്ടില്ല കേട്ടോ.
ഇപ്പോൾ ഫോയിൽ പേപ്പറിന് പോലും തൊടാൻ പറ്റാത്ത അത്രയും ചൂടുണ്ട്. ഇപ്പോഴും അടുപ്പിൽ നല്ല കനലാണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അടുപ്പത്ത് മൊത്തം തീയൊക്കെ പോയിരിക്കുന്ന പോലെ തോന്നും. പക്ഷെ പയ്യെ ഒന്ന് ഊതി ഒരു പേപ്പർ വെച്ച് കൊടുത്താൽ മാത്രം മതി ചടവിടാന്നും പറഞ്ഞാണ് കത്തിയെടുക്കാൻ കേട്ടോ. അത്രയും നല്ല ചൂടാണ് അടുപ്പിന്. അപ്പോൾ ഇതൊന്ന് പയ്യെ തുറന്നെടുക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിക്കാനായിട്ട് കുറച്ച് സവാളയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് തരണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തരണം കേട്ടോ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.